എൻ്റെ സേവിങ്സ് ഒക്കെ എടുത്തിട്ടോ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഇപ്പോഴും എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞ കാര്യമില്ല. വേറെ ഒരാളും നമുക്ക് 1 രൂപ പോലും നമുക്ക് 1 രൂപ വെച്ചിട്ടാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ സാരമില്ലായിരുന്നു. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ഫാമിലി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആക്ച്വലി ഈ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഇടേണ്ടതായിരുന്നു. അതായത് എങ്ങനെ പോയി 2 മാസം മുന്നേ ഇടേണ്ട ഒരു വീഡിയോ ആയിരുന്നു. അതെ, നമ്മളെ സ്വഭാവം വെച്ചിട്ട് ഒരു 2 മാസം മുമ്പ് ഇടേണ്ട വീഡിയോ ആയിരുന്നു. അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ 3 മാസം മുന്നേ ഇടേണ്ട വീഡിയോ ആയിരുന്നു. 1, 2, 3, 4 മാസം 4 മാസാവൂലേ? തുടക്കത്തിൽ ഇടേണ്ടതായിരുന്നു. സാധനം കൈ കിട്ടിയപ്പോ ടൈമിൽ ഇടേണ്ട ഒരു വീഡിയോ ആയിരുന്നു. ആ സാധനം മേടിച്ച സമയത്ത് ഇടേണ്ട വീഡിയോ ആയിരുന്നു. നമ്മൾ ഇതുവരെ വീഡിയോ എടുത്തിട്ടില്ല, ഇട്ടിട്ടില്ല. നിങ്ങൾ റീല് കണ്ടിട്ടുണ്ടാവും, ഷോർട്സും കണ്ടിട്ടുണ്ടാവും, അല്ലാണ്ട് ഫുൾ വീഡിയോ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. കാരണം നമ്മളെ ഈ യൂട്യൂബ് ജേണിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ എന്ത് നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ എന്ത് ചേഞ്ചസ് വന്നാലും നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ അവർ എന്ത് അച്ചീവ് ചെയ്താലും നിങ്ങൾക്കറിയാം. അപ്പൊ പറഞ്ഞു വരുന്ന വേറൊന്നും അല്ല, നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന എവിടെയാണ് ദേവു? എവിടെയാണ് നമ്മളിപ്പോ ഇവിടെ ഇരിക്കണേ? എന്തിലാ ഇരിക്കണേ? ആരെ കാറില്? ആരെ കാറിലാ ഇരിക്കണേ? യെസ്. അപ്പോ നമ്മളിപ്പോ ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം കാറിലാണ്. ഓക്കെ, അപ്പൊ ദേവട്ടി പറ, ആരെ വണ്ടിയിലാ ഇരിക്കണേ? നമ്മളുടെ വണ്ടിയിൽ. യെസ്. അപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം വണ്ടിയിലാണ്. നമ്മളൊരു വണ്ടി എടുത്തായിരുന്നു, ഒരു 3 മാസമായി. പെട്ടെന്ന് തീരുമാനിച്ചെടുത്തതല്ല, കുറച്ച് നാളായിട്ട് വിചാരിക്കുമായിരുന്നു ഒരു വണ്ടി എടുക്കണം. കാര്യം എവിടെയെങ്കിലും പോകണമെങ്കിൽ അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡിയോയിൽ പോകാനായിട്ട് വെയിലും കൊണ്ട് ഇതാവും. പിന്നെ വെയിലില്ലാത്ത ടൈമാണെങ്കിലും ദേവുവിന് ഇരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടായാലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4ാമത് ഒരാളും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. ഈ എടുത്തതിന് ശേഷമാണ് ഞാൻ ഇപ്പോഴാണ് വണ്ടി ഓടിച്ചൊന്ന് പഠിച്ചു വന്നത്. അപ്പൊ അതിൻ്റെ ഒരു കാര്യം. അപ്പൊ എടുത്ത വണ്ടി എന്ന് പറയുന്നത് സ്വിഫ്റ്റ് ഡിസയർ ആണ്. 2018 മോഡൽ ഡിസംബർ ആണെന്ന് തോന്നുന്നു. ലാസ്റ്റ് ഡീസലില് ലാസ്റ്റ് സീരീസ് സെഗ്മെന്റോ എന്തോ ആണ്. കാരണം നമ്മൾ കുറെ നോക്കിയിടാം വണ്ടി എടുക്കണം എന്നുള്ളൊരു ഇത് തോട്ട് നമ്മളെ വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറെ നോക്കി, OLX കുറെ നോക്കി. ഇപ്പോഴ് ഉടനെ നോക്കിയതല്ല, കുറെ നാളുകൊണ്ട് നോക്കുമായിരുന്നു. പിന്നെ അതിൻ്റെതായിട്ടുള്ള ഫണ്ട് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പെയ്യെ ഇടയ്ക്ക് നോക്കും, കുറച്ച് ദിവസം നോക്കും, നിർത്തും, കുറച്ച് ദിവസം നോക്കും, നിർത്തും. അങ്ങനെ ഇപ്രാവശ്യം നമ്മളെ വേണമെന്ന് തൃശ്ശൂർ നോക്കി ഒറ്റ വണ്ടിയെ പോയി നോക്കിയോളൂ. ആ വണ്ടി തന്നെ പോയി എടുക്കുകയും ചെയ്തു. ഒരു 3-4 വണ്ടി എൻക്വയറി ചെയ്തിട്ട് ഓണേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ചെറിയ അങ്ങോട്ട് അവരെ വണ്ടിയുടെ വർഷവും കിലോമീറ്ററും കാര്യങ്ങളൊന്നും ആയിട്ട് അങ്ങോട്ട് നമുക്ക് ജെന്യുവൻ ആയിട്ട് തോന്നിയില്ല. എല്ലാം തപ്പി നമ്മൾ അടുത്തുനിന്ന് തന്നെയാണ് കിട്ടിയത്. ഇതെടുത്തത് പോത്തങ്കോട് പൂലന്തറ ശാന്തിരിയുടെ അങ്ങോട്ട് പോകുന്ന അവിടെ നിന്നാണ് എടുത്തത്. എൻ്റെ ഓണർ ഒരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ കുറെ നോക്കി വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു വണ്ടി കിട്ടിയത്. വണ്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഈ വണ്ടിയാണ് വിഷ്ണുവിന് ഇഷ്ടപ്പെട്ടത്. അപ്പൊ അവർക്ക് മെസ്സേജ് അയച്ചിട്ടിരുന്നു, പക്ഷെ അവർ റിപ്ലൈ ചെയ്തില്ല. ആ സമയത്ത് വേറെ വണ്ടിയെ കണ്ടപ്പോഴത്തേക്ക് കൊള്ളാൻ തോന്നിയതിനൊക്കെ മെസ്സേജ് ഇട്ടു, അതിനൊക്കെ റിപ്ലൈ ചെയ്തു. പിന്നെ ഒന്നും അങ്ങോട്ട് ഈ പറഞ്ഞതുപോലെ അവര് പറയുന്ന പോലെ ഈ വണ്ടി ഓടിയ ദൂരവും അല്ലേ, കിലോമീറ്റേഴ്സ്, അതൊന്നും അങ്ങോട്ട് സിങ്ക് ആവാത്തോണ്ട് പിന്നെ നമ്മളതൊന്നും വേണ്ടാന്ന് വെച്ചു. അപ്പോഴാണ് ഇവര് ഒരു ദിവസം രാത്രി കണ്ടല്ലേ മെസ്സേജിന് റിപ്ലൈ ചെയ്തത്. അവിടെ നിന്ന് ഒരു വണ്ടി നോക്കാൻ പോവാന്ന്, വെഞ്ഞാറമൂട്ടിൽ ഒരു വണ്ടി നോക്കാൻ പോവാന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് അത് പോകാൻ പറ്റിയില്ല. ഇനി നമ്മൾ വേണ്ടാന്ന് വെച്ചു. കിലോമീറ്റർ മറിച്ച് വണ്ടിയാണെന്ന് തോന്നിയിട്ട് നമ്മൾ റിട്ടേൺ വീട്ടിൽ വന്നതിന്റെ അന്നാണ് ഇതുപോലെ ഇങ്ങോട്ട് ഇട്, നീ ഇതെന്തിനു കാണിക്കുന്ന, അങ്ങനെ ഉറക്കെ പറഞ്ഞു വേണം. ചിലപ്പോ ഇത് ഇട്ടിരിക്കണോണ്ട് കേൾക്കാൻ പറ്റൂല്ലോ, ചെറിയൊരു ഇതുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്നപ്പോഴത്തേക്കും ഇതിന്റെ ആള് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു വണ്ടി അവൈലബിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ നേരെ പിറ്റേന്ന് 2ന്റെ അന്ന് പോയി നോക്കി, വണ്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു. ഞാനും നമ്മുടെ ആരോടും കൂടെ പോയി നോക്കി, ഇഷ്ടപ്പെട്ടു. ഓക്കെ, പോയി എടുത്തു. കുഴപ്പമില്ല. എടുത്തിട്ട് ഇപ്പൊ ഒരു 3 മാസം. ഇപ്പോഴാണ് വിഷ്ണു ഒന്ന് ഓട്ടിച്ച് 2 കൊണ്ടാണ് ഞാൻ വണ്ടി എടുത്തു തുടങ്ങിയത്. അല്ലെങ്കിൽ അരിഞ്ചേട്ടനോ അല്ലോ ആരെങ്കിലൊക്കെയാണ് വണ്ടി എടുത്തത്. നമ്മൾ അങ്ങനെ പോവാറില്ല. അങ്ങനെ പോണെങ്കിൽ തന്നെ ഇവർ ആരെങ്കിലും ഒക്കെ ആയിരിക്കും വണ്ടി എടുക്കുന്നത്.
അപ്പൊ പിന്നെ നമ്മള് വിചാരിച്ചു നമുക്ക് എപ്പോഴും എല്ലാത്തിനും അവർക്ക് സമയം കാണൂല. അപ്പൊ നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും നമ്മള് പൈസ മുടക്കി എടുത്ത നമ്മളെ ആവശ്യത്തിന് വേണ്ടിട്ട് എടുത്താണ്. അപ്പൊ എന്തായാലും നീ ഒന്ന് ഇതാക്കി നോക്കാം. അപ്പോഴത്തേക്കും ഓൾറെഡി അറിയാം, ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ കാർ അങ്ങനെ ഉപയോഗിക്കേണ്ട എത്ര വർഷങ്ങളായല്ലോ നമ്മൾ കാറൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ലല്ലോ. ഫുൾ നമ്മൾ 2 വീലറും ബൈക്കൊക്കെ തന്നെയാണല്ലോ. അപ്പോഴത്തേക്ക് പിന്നെ ഇവന്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഇടയ്ക്ക് വെച്ച് വീട്ടിന്റെ അവിടെ ഞാൻ അടുത്ത് കയറ്റിയപ്പോ എന്തായാലും സൈഡ് ഡോറൊക്കെ ഒന്ന് തട്ടിയായിരുന്നു. അങ്ങനെ പിന്നെ മനസ്സിലായി, ഇങ്ങനെ ഇട്ട് നോക്കി കഴിഞ്ഞ ഇതുപോലെ തട്ടുമുട്ടായിക്കൊണ്ടിരിക്കും, രണ്ടും കളിപ്പിച്ചെടുത്താലേ പറ്റുള്ളൂ. അങ്ങനെ എടുത്തു തുടങ്ങിയതാണ്. ഇപ്പം വലിയ കുഴപ്പമില്ല. എന്നാലും കുറച്ചും കൂടി ഒരു ടെൻഷൻ മാറുണ്ടല്ലേ. ഓപ്പൺ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ട്. ആ ഒരു ടെൻഷൻ മാറാനുണ്ട്. അന്ന് ആ ഇടിച്ചതല്ലാണ്ട് വേറെ അങ്ങനെ ഇടിക്കുക തട്ടേ മുട്ടേന്ന് ചെയ്തു. സ്ക്രാച്ചുകൾ വീണിട്ടുണ്ട്. ഈ വേറെ വണ്ടി വരുമ്പോൾ ഞാൻ മാക്സിമം ഒതുക്കി കൊടുക്കും. അപ്പൊ സൈഡിൽ പുല്ലോ അല്ലെങ്കിൽ കമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ സ്ക്രാച്ചുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇതൊക്കെ പോയി പഠിച്ചൊരു സെറ്റ് ആയതിനു ശേഷം എവിടെന്നെങ്കിലും ഇച്ചിരി ഫണ്ട് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ വണ്ടി മൊത്തത്തിൽ ഒന്ന് ടച്ച് പോളിഷ് ഒക്കെ ചെയ്ത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ച് കൊടുക്കണം. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഇതായിട്ടേ ചെയ്യുള്ളൂ. ഇപ്പോഴേ എടുത്തേരും ചെയ്യൂല അല്ലേ. കുറച്ചും കൂടെ ഒന്ന് തെളിഞ്ഞ് കുറച്ചും കൂടെ ഒരു അത്യാവശ്യം ഓട്ടിക്കാൻ ഓക്കെ ആകണം. തട്ടുമുട്ടുന്നതിന് എത്ര ഓട്ടിക്കാന്നുള്ളവനായാലും ഓപ്പോസിറ്റ് വരുന്ന കൊണ്ട് കയറി കഴിഞ്ഞാൽ ഇടിക്കും. അല്ലാണ്ട് നമ്മളെ ഭാഗത്തുനിന്ന് വലുതായിട്ട് പ്രശ്നം വരാത്ത രീതിയിൽ ഓട്ടിക്കാൻ ഉള്ള കോൺഫിഡൻസ് ആവുന്ന ടൈമിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അഭിനയം അതല്ലേ ഞാൻ നോക്കുന്നത്. നീ എന്തോ ഇത് അഭിനയിക്കണത് അങ്ങനെ എന്തായാലും നോക്കണം. നോക്കിയിട്ട് എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ എന്റെ പെയിന്റിന്റെ കളറൊന്ന് മാറ്റണം. അത് അത്യാവശ്യം ഫണ്ടാവും കേട്ടോ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കൊടുത്തിട്ട് ഞാൻ വണ്ടി ഇത് കാണിച്ചു തരാം. ഞാൻ ഒരു ഫോട്ടോ ഇവിടെ ഇട്ടേക്കാം സൈഡിൽ. നമ്മളെ ലാസ്റ്റ് നാളെ പൊന്മുടിയിലൊക്കെ എടുത്തോണ്ട് പോയി. അന്ന് ഞാൻ ഒട്ടിച്ചൊന്നുമില്ല, അന്ന് അരുണ തന്നെയാണ് ഒട്ടിച്ചത്. പിന്നെ കുഴപ്പമില്ല. വണ്ടിയിൽ അങ്ങനെ എടുത്തതിന് ശേഷം വലിയ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടില്ല. വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. വണ്ടി എടുത്തു നേരെ കൊണ്ടുവന്ന് ഇത് ചെയ്തു. ഇവിടെ ചാരി എടുത്തോണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് സർവീസ് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ വണ്ടി കയറിയതിനു ശേഷം ദേവുന് വന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവുന് AC പിടിച്ചു കഴിഞ്ഞാൽ ദേവിന്റെ BP ഉണ്ട് ലോ ആവും. ചുണ്ടൊക്കെ ഈ ചുമന്നിട്ട് കൈ മാറ്റി ഈ ചുമന്നിട്ട് ചുണ്ടൊക്കെ അങ്ങ് വെളുത്ത് ഒരുമാതിരിയായി. എന്നിട്ട് ചുണ്ടൊക്കെ കിടന്ന് വിറയ്ക്കും. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ആവാറുണ്ട്. കുഴപ്പമില്ല. ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നപ്പോഴായി. അപ്പൊ പെട്ടെന്ന് അതായത് എല്ലാവരും ആഗ്രഹം പോലെ നമുക്ക് ആഗ്രഹം വണ്ടി എടുക്കണമെന്നുള്ളത്. അങ്ങനെ ഇരുന്ന് എടുത്ത് ആഗ്രഹിച്ച് മോഹിച്ചിരുന്ന് എടുത്തതാണ്. പക്ഷെ വണ്ടി എടുത്തതിന് ശേഷം ഫിനാൻഷ്യലി നല്ല രീതിയിൽ നമ്മൾ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും നമ്മൾ ഓക്കെ ആയിട്ടില്ല. അപ്പൊ ഞാൻ തന്നെ ഓരോ ഷോർട്സിൽ പറയുന്നില്ല. എനിക്കിപ്പോ ഓരോ എവിടെന്നെങ്കിലും ഫണ്ട് കിട്ടിയാലും നമ്മുടെ അടവിന് വേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. അല്ലാണ്ട് ഭയങ്കരമായിട്ട് ചെലവാക്കാൻ അങ്ങനെ ഒന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇപ്പൊ നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കുക അങ്ങനെ ഒന്നിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒന്നും ചെലവാക്കി അങ്ങനെ ഒന്നും ചെയ്യാറില്ല. നമുക്ക് വരുന്ന ഫണ്ട് ഫുള്ള് നമ്മൾ ചെയ്യലടാ ഈ അടവിന് വേണ്ടിയിട്ട് കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് മാറ്റുന്നത് തന്നെയായിട്ട്. നമുക്കറിയാം എന്തായാലും നമ്മളൊന്ന് റിക്കവറായി വരാൻ ടൈം എടുക്കും. ഒരു 1 ഇയർ ഒക്കെ എന്തായാലും നമ്മൾ എടുക്കും എന്നുള്ളത്. 1 ഇയർ മേളില് പോണെങ്കിലേ ഉള്ളൂ കാര്യം. ഇനിയിപ്പം പുതിയൊരാൾ വരാൻ പോകുന്നു. അതിന്റെ ചിലവ് ഹോസ്പിറ്റൽ കേസ് അല്ലെ, ഹോസ്പിറ്റലിലത്തേക്കുള്ളത്. അങ്ങനെ മൊത്തത്തില് വണ്ടിക്കും ഫിനാൻസ് ഉണ്ട് അല്ലേ. വണ്ടിക്ക് ഫിനാൻസ് ഉണ്ട്. ക്ലോസ് ചെയ്തായിരുന്നു. ഹിമാലയന്റെ ഫിനാൻസ് ക്ലോസ് ചെയ്തു. അത്യാവശ്യം ഇതാണ് ഇപ്പോഴത്തെ ഇതും കൂടെ വന്നപ്പോഴത്തേനും. ഇതിപ്പം ആരാണ് ചോദിക്കാം, അങ്ങനെ എഴുതെങ്കിൽ ഇത്രയും എമൗണ്ട് കൂടി അല്ലെങ്കിൽ ചെറിയ വണ്ടി എടുത്തുകൂടായിരുന്നു എന്ന് ചോദിക്കാം. എന്റെ കൂടെ ചോദിച്ചവരുണ്ട്. അപ്പോഴത്തേനും അതിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വണ്ടിയിൽ ഫ്രണ്ട് 2 പേര് ഇരിക്കാം, ബാക്കിൽ 4 പേർക്ക് സുഖമായിട്ടിരിക്കാം. 4 പേർക്ക് സുഖമായിട്ടിരിക്കാം. അത്യാവശ്യം സ്പേസ് ഉണ്ട്. 4 പേർക്ക് ഇരിക്കാം. ഇപ്പം വീട്ടിൽ നിന്ന് ഇപ്പം പോവേണമെന്ന് വെച്ചോ, ഞാൻ ഷൈന കൊച്ചു നമ്മൾ 3 പേരും ഫ്രണ്ടിൽ കാണും. പപ്പ അമ്മ വിച്ചു അവർ 3 പേരും സേഫ് ആയിട്ട് ബാക്കിയിരിക്കും. ഒരു കുഴപ്പമില്ല. പോയില്ല പറയണത് അതിന് വേണ്ടി അങ്ങനെ നോക്കിയെടുത്തതാ. ഇപ്പൊ ഷൈനയുടെ വീട്ടിൽ നിന്നാണ് പോകണമെങ്കിൽ ഞാനും അരിഞ്ചാനും ഫ്രണ്ടിൽ ഇരിക്കും. ദേവും കൂടെ ചിലപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കും, അല്ലെങ്കിൽ കാശി ഫ്രണ്ടിൽ ഇരിക്കും. ബാക്കിൽ ഇവള് അമ്മ ചേച്ചി ഇത്രയും ഇരിക്കാം. ഇപ്പൊ പുതിയൊരു സാധനം കൂടെ റിലീസ് ഉണ്ട്. അപ്പൊ അതെല്ലാം കണക്കാക്കിയാണ് എല്ലാരും കൂടെ എവിടെയെങ്കിലും പോകാൻ കണക്കാക്കിയാണ്. എന്തിനാ ഇത്ര വലിയ വണ്ടി എടുത്തത് അല്ലെ എടുക്കുന്നത്? 4 സീറ്റഡ് നോക്കിക്കൂടെ, എന്തിനാ നോക്കണം? പിന്നെ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിനും കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വണ്ടി എന്നൊക്കെ പറയുമ്പോഴേ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എന്നും കുന്നും മാറ്റി എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ വണ്ടി എടുക്കുന്ന ടൈമിൽ എന്റെ കൂടെ
അതായത് എനിക്ക് വേണമെന്നുള്ള ബാക്കിൽ ഡിക്കി ഉള്ളത് അല്ലേ, ഡിക്കി ഉള്ളത്. അതായത് നമ്മളിപ്പോ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വരുന്നതും തമ്മാനൂരും അവിടെ ഇവിടെയൊക്കെ വന്ന പാർസൽ ഓഫീസിൽ കിടന്നിട്ട് പിന്നെ നമ്മൾ ഓട്ടോ പിടിച്ചില്ലെങ്കിൽ അരുണ്ട വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ പോയിട്ട് നമ്മള് അങ്ങനെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിട്ട് വരെ റെന്റിന് വണ്ടി എടുത്തോണ്ട് പോയിട്ടുണ്ട് അല്ലേ. നമ്മൾ ഒരു ദിവസം വൈകിട്ട് അരുൺ ചേട്ടനെ വിളിച്ച് റെന്റിന് വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പം വണ്ടി എടുക്കുന്ന ടൈമിൽ എല്ലാം നോക്കണം. കാരണം നമുക്ക് നാളെ ഇനി വീണ്ടും മാറ്റി വാങ്ങിക്കൊക്കെ നമ്മളെ കൂടെ നടക്കില്ല. അപ്പൊ എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും നമ്മളെ എല്ലാ സാഹചര്യം എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ നോക്കിയത്. അങ്ങനെയാണ് നോക്കിയത്. പിന്നെ നല്ല വണ്ടി കുറച്ചുകൂടെ ഫണ്ട് ഉണ്ടായിരുന്ന വല്ല എർട്ടിക ഇന്നോവയും ഞാൻ നോക്കിയത്. അത് അന്ന് എന്റെ കയ്യിൽ ഫണ്ട് ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾക്ക് എനിക്ക് മറ്റേ ഓണത്തിന്റെ സെയില് അതിന്റെയൊക്കെ ഫണ്ട് കുറെ വന്നിട്ടുണ്ടായിരുന്നു. ഫുൾ എടുത്തിട്ട് ഞാൻ അതിന്റെയൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിട്ടു. അങ്ങനെ ഞാൻ ആറ്റുനോറ്റ് സൂക്ഷിച്ച് സേവ് ചെയ്ത് വെച്ചിരുന്ന എൻ്റെ സേവിങ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും വിഷ്ണു കൂടെ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് രണ്ട് മനസ്സായിരുന്നു, എടുക്കണോ വേണ്ടേ എന്നൊക്കെ ഉള്ള ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ. ഹേ ഗൈസ്, ഞാൻ എൻ്റെ സേവിങ്സ് ഒക്കെ എടുത്ത് കേട്ടോ, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഇപ്പോഴും എൻ്റെ ഒരു വിശ്വാസം. വയ്യ അങ്ങനെ സേവിങ്സ് ഒക്കെ നമ്മൾ എടുത്തല്ലേ. സേവിങ്സ് കിടന്നതെല്ലാം ഒരു ബാങ്കിൽ നിന്നുള്ള എടുത്ത് ക്ലിപ്പുകൾ അന്ന് അത്രക്ക് വലിയ വേറൊന്നും ഇല്ലേ, ചെറിയ വേറെ. അതെല്ലാം ഒരുമിച്ചാണ് വന്നത്. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു ഉടനെ വണ്ടിയിൽ നോക്കി. ഇതും കൂടെ കണക്കാക്കിയാണ് വണ്ടി നോക്കിയത്. അന്ന് ഫസ്റ്റ് ഡെലിവറി സമയത്തൊക്കെ വിഷ്ണു അവിടെ റോഡിലല്ല അവിടെ ഇരിക്കാനുള്ള സ്ഥലത്തൊക്കെ പാർക്കിങ്ങിലൊക്കെ ഇരുന്ന് ഉറങ്ങി അങ്ങനെയൊക്കെയാണ് ചെയ്തേട്ടാ. അല്ല ഇപ്രാവശ്യം നോക്കിയെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകാം, അത്യാവശ്യം വന്നാലും വണ്ടിയിൽ കയറ്റി പെട്ടെന്ന് കൊണ്ടുപോകാം. അങ്ങനെ നോക്കി. പിന്നെ എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിലും അതിന് പണ്ടായിരുന്നെങ്കിൽ ഞാനും ഇവിടെ മാത്രമേ ഉള്ളൂ. അന്ന് ദേവ് വയറ്റിനകത്താണ് കിടന്നത്, അതുകൊണ്ട് വലിയ ശല്യമില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ കണ്ടതി കിടന്ന് കാണിക്കുന്ന അക്രമം ഇതിനകത്ത് കയറ്റി ഇരുത്തിയിട്ട് പോലും ഇരിക്കണില്ല. ഇവള് ചമ്മണം പൂട്ടിയിരിക്കുക സീറ്റില്. അതിന്റെ ഫ്രണ്ടിലുള്ള ശകല പീസിൽ എഴിച്ചു നിന്ന് അതിളക്കല്ലേ ഗണപതി ഇളക്കല്ലേ. അയ്യോ ഗണപതി ഉള്ളതുകൊണ്ടാണ് തട്ടിമുട്ടി അങ്ങനെ പോകുന്നത്. കാരണം നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് കേട്ടോ, എന്താണെന്ന് അറിയില്ല. ഭയങ്കര ഇന്നലെ തന്നെ അരുണൊക്കെ മലയ്ക്ക് പോയി. ഇന്നലെ അവിടെ പോയി അഖിലുവിന്റെ കൊച്ചിന്റെ നൂലിട്ടായിരുന്നു. അഖിലുവിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ തിരിച്ചപ്പോ വണ്ടി അരുണിന്റെ അവിടെ കൊണ്ടിട്ടത്. അവിടെ വണ്ടി കൊണ്ടിട്ടു. എന്നിട്ട് അരുണിന്റെ അടുത്ത് വെച്ചാൽ തിരിച്ചിടണോ, അവിടെ തിരികെ ഇച്ചിരി പാടാണ്. അപ്പൊ ഞാൻ പറയാ തിരിച്ചിട്ടേരെന്ന് പറഞ്ഞു. ഇവൻ നൈസാ തിരിച്ചതും. അത്രയും നേരം ഇരുന്ന ഒരു നശിച്ച തേങ്ങ തെങ്ങിന്റെ മണ്ടേന്ന് അപ്പുറത്തെ മതിലിന്റെ മണ്ടേ വന്ന് വേണ്ടിട്ട് ഫ്രണ്ട് ബോണറ്റിൽ അടിച്ച് ഗ്ലാസ്സിൽ കൂടെ ഉരുണ്ടങ്ങ് പോയി. ഒന്നും സംഭവിച്ചില്ല. അവ അതിനുശേഷമാണ് എന്നെ അടുത്ത് പറഞ്ഞത് എന്നോട് പറ്റിയേട്ടാ ഞാൻ ഗ്ലാസ് പൊട്ടിയാന്ന്. ഗ്ലാസ് പൊട്ടിയില്ല, ഗ്ലാസ്സിന് മാത്രമേ കുഴപ്പമില്ല, ബോണറ്റ് ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ നോക്കാം, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല, ചപ്പലൊന്നും കാണുന്നില്ല. അപ്പൊ അതൊക്കെയായിരുന്നു കാര്യങ്ങൾ. നീ ഷൈന ഇപ്പം എത്ര മാസം? 5 മാസം. ഒരു 6-7 മാസത്തിന് മുന്നേറ്റം എവിടെയും കൊണ്ട് എവിടെയെങ്കിലും ഒട്ടൊന്ന് പോണം. അത്യാവശ്യം ലോങ് എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ട്. എവിടെയെങ്കിലും നോക്കണം. ദേവിനെ കൊണ്ടുപോകണില്ല, ഞാനും ഷൈനയും കുഞ്ഞാവും മാത്രമായിട്ട് അങ്ങനെ പോണം. പറ്റുമെന്നുണ്ടെങ്കിൽ സ്കൂളിലാക്കിയിട്ട് ഫസ്റ്റ് ലുലുമാളിൽ പോണം. അവിടുന്ന് പോയിട്ട് നമ്മള് മഞ്ഞാണ് മൂന്നാറിൽ പോണം. ശരിയാണ് ഡാഡി, നമ്മൾ മൂന്നാറാണ് പോണത്. പാലക്കാട് പാലക്കാട് ദേവനെ സ്കൂളിലാക്കിട്ടേ നമ്മൾ പോകത്തുള്ളൂ കേട്ടാ. യൂട്യൂബിൽ ആക്റ്റീവ് അല്ലാണ്ടിരുന്ന ടൈമിൽ നിങ്ങൾ നമ്മളെ ബിസിനസ്സിൽ ഇപ്പൊ സഹേലി ക്ലോത്തിങ്ങിലായിക്കോട്ടെ, സഹേലി ബോസ് അല്ലേ, അതിലെല്ലാത്തിലും നിങ്ങൾ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സപ്പോർട്ട് ചെയ്ത ഫണ്ടിൽ നിന്ന് മേടിച്ചു തന്നെയാണ് ഈ വണ്ടി. അല്ലാതെ നമുക്ക് വേറെ ഞാനിപ്പോ വേറെ ജോലിക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പൊ സൈഡ് ക്ലോത്തിങ്ങും ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഇപ്പൊ ക്ലോത്തിങ് കട തുറന്നിട്ട് കുറച്ച് ദിവസമായി.
ഫുള്ള് നമ്മുടെ സേവിങ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് പ്രൊമോഷൻ വരുന്ന പേയ്മെന്റ് നമ്മളെല്ലാം ഇങ്ങനെ സേവ് ചെയ്തും അടയ്ക്കാനുള്ള അടച്ചും അങ്ങനെയൊക്കെ വെച്ചിട്ട് കാര്യം ഷൈനയുടെ കയ്യിൽ വരുന്ന ഫണ്ട് ഫുള്ള് സേവിങ്സ് ആണ്. ഇല്ല, എനിക്ക് വേറെ ചെലവുകളൊക്കെ ഉള്ളു. ചെലവുകളൊന്നും ഇല്ലെന്നൊന്നും പറയില്ല. അടവുണ്ടല്ലോ, അടവുണ്ടല്ലോ. അത് എവളെ അടവ്, എവളെ അടവ്, അത് പാഴ്ചെലവ്. അത് ഇവിടെ അടവല്ലടാ, നമുക്ക് മറ്റേ അതൊക്കെ ഉണ്ടായിരുന്നില്ലേ, വിസാഫിന്റെ അതൊക്കെ ഇല്ലേ, അതുണ്ടായിരുന്നു. അതും പാഴ്ചെലവ്. അതൊക്കെ ഒരു ഒന്നൊന്നര പിന്നെ ദേവുന് അത് വേണം ഇത് വേണം ചക്കര വേണം മാങ്ങ വേണം പറഞ്ഞിട്ട് പേനായിരുന്നാ. ഓ അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയാണ്. എന്തായാലും നമ്മളെ സേവിങ്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മള് ഇങ്ങനെ ഒരു വണ്ടി എടുത്തത്. അല്ലെ നമുക്ക് ഒരിക്കലും പറ്റില്ല. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഒരിക്കലും ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട്. നിനക്ക് അടി വേണോ ദേവു? അയ്യോ, അത് കഴിഞ്ഞു അല്ലാണ്ട് ഗ്യാപ്പ് തുമ്പടച്ചിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഒരിക്കലും ഇത്രയും എമൗണ്ട് ഉള്ള ഒരു സാധനം നമുക്ക് അടയ്ക്കാനും അല്ലെങ്കിൽ മാസം ഇത്രയും എമൗണ്ട് അടയ്ക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. അതെല്ലാം ഈ പറയുന്ന പോലെ എൻ്റെ ഒരു ബിസിനസിന്റെയും നിങ്ങളെ സപ്പോർട്ടൊക്കെ കൊണ്ട് തന്നെയാണ്. അങ്ങനെയൊക്കെയാണ് മുമ്പോട്ട് പോണത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണം. വേറെന്തുവാ? വേറെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇതാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച നമ്മുടെ വണ്ടി എന്ന് പറയണത്. നമുക്കേ കുഞ്ഞിലെ വണ്ടിയും ഇല്ലേനോ ഒന്നും ഇല്ലേനോ. ദേവിന്റെയൊക്കെ ഭാഗ്യം നോക്ക്, ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും വണ്ടിയുണ്ട്, ഇതൊക്കെ ഉണ്ട് ദേവിട്ട. ഇനി നമ്മളൊരു എന്റെ പേരിൽ ഒന്നുമില്ല, എല്ലാം എന്റെ തലേ തന്നെ ഇനി കൊണ്ട് വെക്കേണ്ട തലയിലോട്ട്. കാറ് ഷൈനയുടെ പേരിൽ, ഡിയോ ഷൈനയുടെ പേരിൽ, ഹിമാലയ അമ്മയുടെ പേരിൽ. എനിക്കൊന്നുമില്ല, ഒന്നിന്റെ ആവശ്യമില്ല. എവിടെയും പോയി തട്ടേ മുട്ട ചെയ്ത് ഇവരല്ലേ കൊണ്ടുപോകും, ഷൈനയെ കൊണ്ടുപോകും. ഓ അപ്പൊ ഇനി നമ്മളൊരു സ്വപ്നം എന്ന് പറയണത് ഒരു വീട്. അപ്പൊ ഇപ്പൊ ഇത് കാണുമ്പോ ആരെങ്കിലും പറയും നിങ്ങൾക്ക് ആദ്യം വീട് വെച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കും. അപ്പൊ അതിനുള്ള ഫണ്ട് വീട് നടക്കത്തില്ല. പിന്നെ വീടിനെക്കാളും അത്യാവശ്യം വേണ്ട ഒരു സാധനമായിരുന്നു വണ്ടി. കാരണം വീട് നമുക്കിനി ഹോസ്പിറ്റൽ, നിങ്ങൾക്ക് അറിയാമല്ലോ ഹോസ്പിറ്റൽ കേസ് വരുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പം പുതിയ കുഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി പുറത്തോട്ട് പോകണം. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും ഇവളില്ല, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് നമുക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ സീനില്ല. നമ്മൾ ഇത്രയും നാള് ബൈക്ക് വെച്ചിട്ടാണ് നമുക്ക് ദേവ് 5 വയസ്സാകുമ്പോൾ 5 വർഷം കൊണ്ട് നമ്മൾ അതിൽ തന്നെയാണ് നമ്മൾ പൊക്കോണ്ടിരുന്നത്. എല്ലാം ചെയ്തോണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമുക്കിനി ഒരാളും കൂടെ വരുമ്പോഴത്തേക്ക് ഒരാളെ വീട്ടിൽ നിർത്തിയിട്ട് ഒരാളെ കൊണ്ട് പോകാനൊന്നും ഒരിക്കലും നടക്കത്തില്ലല്ലോ. അപ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ ഇപ്പൊ ഒരു കുടുംബമായി, അപ്പൊ നമ്മളൊരു ഫാമിലി ആയി. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഒരു വണ്ടി ആവശ്യമായിരുന്നു. അറിഞ്ഞ കുറെ പേര് പറഞ്ഞത് അതെ വണ്ടി അത്യാവശ്യമായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ പറഞ്ഞവരുണ്ട് ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു, ഈ വണ്ടി ഒരു ആവശ്യമില്ല, ഒരു ഓൾട്ടോ എടുത്താൽ പോരായിരുന്നു. പിന്നെ അതൊന്നും നമ്മളുണ്ട്. കാരണം നമ്മളെ കയ്യിൽ ഇരിക്കുന്ന പൈസ ഇതിന്റെ അടവ് അടക്കേണ്ടത് നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ്. മനസ്സിലായില്ല. അപ്പൊ ഇനിയിപ്പോ ആരെന്ത് പറഞ്ഞ കാര്യമില്ല. വേറെ ഒരാളും നമുക്ക് 1 രൂപ പോലും നമുക്ക് 1 രൂപ വെച്ചിട്ടാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ സാരമില്ലായിരുന്നു. ആരുമില്ല. പിന്നെ നമ്മളെ കഷ്ടപ്പാട്, നമ്മളെ ഹാർഡ് വർക്ക്, അതൊക്കെ തന്നെയാണ്. ഇനിയിപ്പോ EMI അടക്കയില്ലെങ്കിലും നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. EMI അടക്കാൻ ഫണ്ട് ഇല്ലെങ്കിൽ അത് നമ്മൾ തന്നെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ആരും നമുക്ക് കൊണ്ട് നടത്തൊന്നുമില്ല. എന്നാടാ നീ പൈസ കുറച്ച് പൈസ വെച്ചോ, നീ ഈ മാസത്തെ EMI ആരും തരൂല. ഞങ്ങൾക്കെന്ന് മാത്രമല്ല പുറത്തുനിന്നുള്ള ആൾക്കാർക്കായാലും ഇങ്ങനെ കുറ്റം പറയണ കുറ്റം പറയും. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാളെങ്കിലും 1 രൂപയെങ്കിലും ഹെൽപ്പ് ചെയ്യോ? ഇല്ല, ചെയ്യൂല. അത് എനിക്കുള്ള ഹെൽപ്പാണെന്ന് തോന്നുന്നു. അതിൽ വല്ല വരയ്ക്കണമെങ്കിൽ മോനെ വരയ്ക്കല്ലേ മക്കളെ, ഒരു ചെവി കൂടെ കെട്ടി ഒരു ചെവി കൂടെ കളയാ, അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ചെയ്യണുള്ളൂ. നമ്മളൊന്ന് നമ്മള് തലക്കകത്തോട്ട് എടുക്കണതേ. മുമ്പ് ഒരിക്കൽ ഇവിടെ ആക്കുളത്ത് വന്നിരുന്ന സമയത്ത് ഞാനും ഷൈനയും ദേവും കൂടെ ഡിയോയില് വന്നത്. ആ സൈഡിൽ നിന്ന് പെരുമഴ, ഒരു കുട എന്തോ ഉണ്ടായിരുന്നു. ആ കുടയത്ത് നമ്മൾ നിന്നു. തൊട്ടിപ്പുറത്ത് ഒരു കപ്പിൾസ്, അതായത് ലവ് ബിലേഴ്സ് ഒരു വണ്ടിയിലുണ്ടായിരുന്നു. അപ്പൊ മഴ തുടങ്ങിയപ്പോ പെരുമഴയായപ്പം പെങ്കൊച്ചു വന്നിട്ട് പറഞ്ഞു, ചേട്ടാ വണ്ടിക്കകത്തിരുന്നോ, കുഴപ്പമില്ല, നിങ്ങൾ രണ്ടും നനയില്ലേ. അപ്പം ദേവ് നനയരുത്, അത്രേ ഉള്ളൂ. എങ്കിലും കുഴപ്പമില്ല. അത് മഴ ഓൾമോസ്റ്റ് നല്ല മഴയായി, അത്യാവശ്യം നനഞ്ഞ ഷോൾഡർ, എന്റെ മുതുകും കാലും എല്ലാം നനഞ്ഞു. ഇവിടെ അല്ല, അവിടെ ഒരു ചേച്ചി എന്ന് പറഞ്ഞല്ലേ വണ്ടി കാറിലിരിക്കാന്ന്. പിന്നെ നമ്മൾ അവർ രണ്ടുള്ളൂന്നാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ കയറാതെ. കുഴപ്പമില്ല, എന്തായാലും അത്യാവശ്യം നനഞ്ഞു. ദേവ് നനഞ്ഞില്ല, പിന്നെ സേഫ് ആയിട്ട് നനഞ്ഞു. മറ്റേ കുടയായിരുന്നു, ബ്ലാക്ക് സാധാ കുട, അതായിരുന്നു കുഞ്ഞുകൂടെ. നമ്മൾ മൊത്തം ഇന്നിപ്പോ ഇവിടെ ഇരുന്നപ്പോഴും മഴയായിരുന്നു, ഇന്നും നനഞ്ഞില്ല. നമ്മൾ ആ സമയം നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതാണ് മനുഷ്യന്റെ അവസ്ഥകൾ എന്ന് പറയണതല്ലേ. എന്നൊരുപോലെ ആയിരിക്കില്ല. ഇതിപ്പം അഹങ്കാരമൊന്നും ഇതൊരു വണ്ടി എടുത്തതിന് അഹങ്കാരമൊന്നുമില്ല. അത്യാവശ്യത്തിന് ആര് വണ്ടി വെച്ചില്ലെങ്കിൽ ഞാൻ വണ്ടി കൊടുക്കും. കൂട്ടുകാരന്മാര് അത് 2-3 പേര്
ആര് ചോദിച്ചാലും ഇപ്പൊ അരുണോ അഖിലോ അരിഞ്ചേട്ടനോ അവര് ചോദിക്കുമ്പോഴത്തേനും കൊടുക്കും ഞാൻ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ഒരുപാട് സന്തോഷം. അപ്പൊ ഈ ഒരു സന്തോഷം നേരത്തെ നമ്മൾ ഷെയർ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ നമ്മള് എന്താ പറയാ, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇടുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഷോർട്സ് ഇട്ട് പോകുന്നു. ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ഫുൾ ആക്റ്റീവ് ആയിരുന്നു. എന്നാലും നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് എന്ന് പറഞ്ഞ മാധ്യമം മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതായിരുന്നു നമ്മൾ വണ്ടി വാങ്ങിച്ചതിന്റെ റീസണും വണ്ടി വാങ്ങിച്ചതിന് ശേഷം നമ്മൾ അനുഭവിച്ച എന്താണ് സന്തോഷവും കഷ്ടപ്പാടും. പറഞ്ഞ സന്തോഷവും കഷ്ടപ്പാടെന്ന് പറയണത് അല്ലാതെ നിങ്ങൾ പുറമേ കാണുമ്പോ ആഹാ അവര് ഭയങ്കര ഇതാണെന്നൊക്കെ പുറമേ പറഞ്ഞിട്ട് ഞാന് പുറമേ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇതായിട്ടൊക്കെ തോന്നും. പക്ഷെ നമ്മൾ നല്ലതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇതാ ഈ നിമിഷം ഇതിനുള്ളിൽ ഇരിക്കണത്. അല്ലാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് ഇതായതൊന്നും അല്ല. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു ലെവലിൽ നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ ഇനിയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടതാണ്. നമുക്ക് ഇനിയുള്ള ടാർഗറ്റ് ഒരു വീടാണ്. അതെന്തായാലും ഉടനടി നടക്കൂല. എന്നാലും നോക്കാം, മാക്സിമം നോക്കാം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. സ്റ്റിൽ നമ്മളിപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ അങ്ങനെ വന്ന ആൾക്കാരാണ്. ആദ്യം മുതലുള്ള നമ്മുടെ ലൈഫ് ജേണി നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമുക്കല്ലടാ, നമുക്ക് ഇനി അത് തന്നെയാണ് ഇഷ്ടം. പണിയെടുത്ത് ജീവിച്ചാൽ മതി. വെറുതെ ഇരുന്ന് നമുക്കൊന്നും പൈസ ഒന്നും വേണ്ട, പണിയെടുത്ത് ജീവിച്ചാൽ മതി. അപ്പൊ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. ഇത്ര നാൾ സപ്പോർട്ട് ചെയ്താൽ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ പിന്നെ വലുതായി നിങ്ങൾ പണ്ട് നിങ്ങൾ കണ്ടപ്പോഴത്തേനെ അവൾ എങ്ങനെയായിരുന്നു കുഞ്ഞ് ഇപ്പൊ ഷൈനയുടെ ബാധിയായി. അപ്പോ എന്തായാലും നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.